ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഫൈറൂസ മുഹമ്മദ്. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഒരു ഫുഡ് പ്രിപ്പറേഷൻ വീഡിയോസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് കുറച്ച് ഗസ്റ്റല്ല, എൻ്റെ ആങ്ങളുടെ വൈഫും മക്കളുമാണ്. അപ്പോൾ ഉച്ചക്കേക്ക് ആങ്ങളെയും അനിയത്തിയും ഹസ്ബൻഡും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ മട്ടൻ സുർബിയാൻ, അതായത് ഒരു അറബിക് ഫുഡാണ്. ഇത് ഞാൻ മുമ്പ് ചിക്കൻ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ ബിരിയാണിയൊക്കെ ക്യാൻസൽ ചെയ്ത് ഈ ഒരു ഫുഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ആ ഒരു വീഡിയോ നിങ്ങളെയും കൂടി കാണിക്കുകയാണ്. അപ്പോൾ മക്കൾസിൻ്റെ കുറച്ച് ഡ്രോയിങ്സൊക്കെയാണിത്, അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫലക്ക് LKG നാട്ടിലാണ് പഠിച്ചത്. അതുകൊണ്ട് ലാംഗ്വേജെല്ലാം കുറച്ച് ശരിയായി വരുന്നേ ഉള്ളൂ. എന്നാലും ഇവരെ കൂടെ ഫലക്ക് കട്ടൊക്കെ പിടിച്ച് നിൽക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. This is a fish. Come on, just take it. Because it's not inside, it's in water. I am there. ഒരു ഫിഷ് മുമ്പില് ഈ ഷിപ്പ് ബാക്കോട്ട്, എന്നിട്ട് ഒരു ഹ്യൂമൻ വെള്ളത്തിന് വുമണാ ഹ്യൂമൻ. ഓക്കെ ഓക്കെ ഓക്കെ. വീതിയാ? നൈസ്. എനിക്ക് കളർ ചെയ്തോ. ഇനി ഫലക്ക് പറ, ഫലക്ക് എന്താ വരച്ചേന്ന്? ഫിഷ്, മൈക്ക്, ഓക്കെ ഓക്കെ. ഫത്തഹ് ഏത്? മിൽക്ക് അല്ല ഫീഡിംഗ് ബോട്ടിലാ? ഫീഡിംഗ് ബോട്ടിലാ? ഓക്കെ. ഇത് വാട്ട് ഈസ് ദിസ്? നൈസ് നൈസ്. ഓക്കെ. കുട്ടികളെ കളി സൈഡിൽ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കിച്ചണിലേക്ക് വന്ന്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ഉള്ളി ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഉള്ളി നല്ല രീതിയിൽ വറുത്ത് കോരിയെടുക്കണം, അതുകൊണ്ടാണ് ഇത്രയും എണ്ണ ഒഴിച്ചിട്ടുള്ളത്. അതിന് സൈഡിലായിട്ട് ഞാൻ കുക്കറിൽ 1.5 കിലോ മട്ടൻ വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വേവണമെന്നില്ല, ഒരു പകുതി വേവ് മതി. ബാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഉള്ളി ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഇത് മുരിച്ചെടുക്കണം. ആ ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കോരി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു. അങ്ങനെ വറുത്ത് വെച്ച ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഇത്രയും നമ്മൾ മിക്സിയിലെടുത്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 4 ടേബിൾ സ്പൂണ് തൈര്, ഒരു നല്ല കട്ടിയുള്ള തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി അടിച്ചെടുക്കും. അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 തക്കാളി വേറെ തന്നെ അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിൽ വെച്ച് നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത എണ്ണയില്ലേ, അതിൽ തന്നെ ബേ ലീഫ്, കറുവപ്പട്ട, 3 ഏലക്കായി,
ഗ്രാമ്പു എല്ലാം ഒന്ന് ഇട്ടിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഹാഫ് വേവിച്ച് വെച്ച മട്ടനെ ഇങ്ങോട്ടേക്ക് മാറ്റും. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ 2 ഉരുളക്കിഴങ്ങ് ഇതേപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, തൈര് ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും കൂടെ യോജിപ്പിച്ചെടുക്കുക. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് അതിലേക്ക് പിന്നെ നേരത്തെ അരച്ച് വെച്ച 2 തക്കാളി അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഇളക്കി ഉപ്പും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങയും 4 പച്ചമുളക് മുറിക്കൊന്നും ചെയ്യാണ്ട് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കപ്സ പൗഡർ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം ഈ ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വെന്ത് വരണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് വേവും ടേസ്റ്റും വരിക. റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മട്ടൻ വേവിച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് വെള്ളമുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതേപോലത്തെ 5 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരമണിക്കൂർ വെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ടുണ്ട്. മസാല ഓൾമോസ്റ്റ് സെറ്റായി വരുന്നുണ്ട്. ഇനി ചോറിൻ്റെ പരിപാടിയിലേക്ക് കിടക്കണം. ചോറിൻ്റെ വെള്ളവും തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് നേരത്തെ പുതിർത്തി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്ക് കുറച്ചധികം വെന്ത് പോയിട്ടുണ്ട്. ഒരു 75% മാത്രമേ വേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ ആരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി മട്ടനെ നമ്മൾ ഇതിലേക്ക് മാറ്റി, ഈ ചെമ്പിലേക്ക് മാറ്റി, ഇനി അതിലെ മേലെ ഈ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് ഇട്ടതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂണ് നെയ്യ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ചാർക്കോൾ ഞാൻ നേരത്തെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് മൂടി വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ഇതേപോലെ അടച്ചിട്ട് വെക്കുക. ദമ്മാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം ഇത് എല്ലാം കൂടെ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ സുർബിയാനി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. കുറച്ച് വെന്ത് പോയിന്നേ ഉള്ളൂ, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റാണ്. ശരിക്കും പറയാണ് നല്ല ടേസ്റ്റാണ്. ആർക്കും വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു 75% മാത്രം വെന്തിട്ട് ബാക്കി നമ്മൾ ദമ്മിൽ വേവണം. അപ്പോഴാണ് കറക്റ്റാവും. ബിരിയാണിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ പുറത്തുനിന്ന് കുറേ സമയം കളിച്ച്
പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഞങ്ങളെ വന്ന് അവരെ കൂട്ടി അങ്ങ് പോയി. അതിനുശേഷം ഫലക്ക് നല്ല കരച്ചിലായിരുന്നു. എന്നാലും അൽഹംദുലില്ലാ നല്ല രീതിയിൽ കുട്ടികൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ആ ഒരു ദിവസം. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ സുർബിയാനി പറ്റുന്ന ആൾക്കാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും ഇഷ്ടമാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.